ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ചേച്ചി LLB സീരിയൽ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ചിന്നു ചന്ദ്രാന്തത്തിലുള്ളത് കൊണ്ട് തന്നെ അവിടെ വന്ന് താമസം തുടങ്ങുകയാണ്. എന്നാൽ അർച്ചനയെ പുകച്ചു പുറത്ത് ചാടിക്കാൻ ചന്ദ്ര തൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. തിരിച്ച് ചന്ദ്രയ്ക്ക് തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന തിരിച്ചു പണി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രയും വിജയ് ശങ്കറും ആകെ പെട്ടുപോയിരിക്കുകയാണ്. വിജയ് ശങ്കറും ചന്ദ്രയും അങ്ങനെ അർച്ചനയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പോൾ അർച്ചന വക്കീല് പണി തുടങ്ങിയപ്പോൾ വിജയേട്ടന് കഷ്ടകാലമാണല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ചതാണെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അതൊട്ടും തന്നെ വിജയ് ശങ്കറിന് പിടിക്കുന്നില്ല. വിജയ് ശങ്കർ അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നേക്കാൾ കഴിവുള്ള വക്കീല് അവളാണെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ എങ്ങാനും നിന്റെ മനസ്സിലുണ്ടോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പോൾ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? അർച്ചനയ്ക്കാണെങ്കിൽ ഓരോ ദിവസവും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ കേസില്ലാ വക്കീലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ വക്കീൽ പണിയില്ലാതെ നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ഈ വിജയ് ശങ്കർ തോറ്റു കൊടുക്കില്ല, അതും അർച്ചനയുടെ മുന്നിൽ. എല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പറയാണ്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ അതുപോലെയും ജേക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അറിയുന്നുണ്ട്. ടീച്ചർ തന്നെയായിരിക്കും അർച്ചനയെ വിളിച്ച് പറയുന്നത്. അതറിഞ്ഞതിനു ശേഷം അർച്ചന അങ്ങനെ ജേക്കിയോട് സംസാരിക്കുകയാണ്. അങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറുകയാണെങ്കിൽ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ മുൻകൈയെടുത്ത് പുറത്ത് വെച്ച് ജേക്കിയുമായി സംസാരിക്കുകയാണ്. ടീച്ചറുടെ സങ്കടം സഹിക്കാനാവാതെ അർച്ചന അങ്ങനെ ജേക്കിയോട് പറയുന്നുണ്ട്, ഇതുപോലെ മനസ്സ് മാറി തിരിച്ചു വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം നന്നായി വരുമെന്നോ ഒരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു ടീച്ചർക്ക്. പക്ഷേ ടീച്ചറുടെ ആ പ്രതീക്ഷയെല്ലാം ഇപ്പോൾ നഷ്ടമായി എന്നാണ് ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞത്. വീണ്ടും ജേക്കെ മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചർക്ക് അത് വളരെ വിഷമമായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ടീച്ചറെ വിഷമിപ്പിക്കരുത്, അതാ ടീച്ചർക്ക് സഹിക്കാനാവില്ല എന്നെല്ലാം അർച്ചന അങ്ങനെ ജേക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ജേക്കെ ആണെങ്കിൽ കുറ്റബോധത്താൽ അർച്ചന പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.